ആനന്ദ് ശ്രീബാല, വിഷ്ണു വിനയ് സംവിധാനം ചെയ്ത് അർജുൻ അശോകൻ, സംഗീത, സൈജു കുറുപ്പ്, അപർണ ദാസ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ വന്ന ഈ മലയാളം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. നീതി വാങ്ങിച്ചു കൊടുക്കുന്ന പ്രതീക്ഷയോടെ ആനന്ദ് ശ്രീബാല. കൊച്ചിയിൽ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ഒരു പെൺകുട്ടിയുടെ അന്വേഷണം ഒരു സാധാരണക്കാരനായ, അത്ര സാധാരണക്കാരനല്ല, ഒരു പോലീസ് ബന്ധമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് ആനന്ദ് ശ്രീബാല. പുള്ളിയിൽ അത് എങ്ങനെ എത്തുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഈ സിനിമ പറയുന്നത്. അതോടൊപ്പം തന്നെ മനോഹരമായിട്ടുള്ള ഒരു അമ്മ മകൻ ബന്ധവും സിനിമ വരച്ചു കാട്ടുന്നുണ്ട്. അമ്മയെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആനന്ദ് ഒരു ഭാഗത്തുള്ളപ്പോൾ തന്നെ അമ്മമാരെ കൊല്ലാൻ മടിയില്ലാത്ത മനുഷ്യരും ഈ ലോകത്തുണ്ടെന്നുള്ള വിരോധാഭാസവും ഈ സിനിമ പരോക്ഷമായിട്ട് പറയുന്നുണ്ട്. സിനിമയുടെ ഇൻവെസ്റ്റിഗേഷൻ പോർഷനൊക്കെ നമ്മളെ നന്നായിട്ട് പിടിച്ചിരുത്തുന്നുണ്ട് എന്നുള്ളതാണ് പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. ഇങ്ങനെയുള്ള പടങ്ങളിലെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, അതുപോലെ ഈ പ്രതി ആരാണ് എന്നുള്ളതൊക്കെ നമ്മൾ പ്രേക്ഷകരും മനസ്സിൽ കൂടി ഒരു പാരലൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ടാവുമല്ലോ, അത് അത്ര പ്രഡിക്റ്റബിൾ ആയിട്ട് വരുന്നില്ല എന്നുള്ളത് സ്ക്രിപ്റ്റിന്റെ മികവ് തന്നെയാണ്. പക്ഷെ അപർണ ദാസ് ഒക്കെ വരുന്ന ഒരു ചെറിയ സീൻ വെച്ചിട്ട് എനിക്ക് ഈ വ്യക്തിയെ ഒന്ന് സംശയം ഉണ്ടായിരുന്നു, അത് വേറെ കാര്യം. സ്റ്റിൽ ഇറ്റ്സ് നൈസ്. ആൾക്കാർ ക്രിഞ്ച് എന്ന് വിശേഷിപ്പിക്കുന്ന ചില രംഗങ്ങൾ അല്ലെങ്കിൽ ചില സംഭാഷണങ്ങളുടെയൊക്കെ തൊട്ടടുത്ത് വരെ ഇങ്ങനെ പോയിട്ട്, അല്ലെങ്കിൽ ക്രിഞ്ചിന്റെ തൊട്ടടുത്ത് വരെ പോയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നുള്ള ഒരു പോസിറ്റീവും പടത്തിന് പറയാനുണ്ട്. അതായത് ക്രിഞ്ച് ആവേണ്ടതായിരുന്നു, പക്ഷെ ക്രിഞ്ച് ആയില്ല. ഇപ്പൊ തന്നെ പറയുകയാണെങ്കിൽ ഈ അമ്മ മകൻ ബന്ധം, ഇപ്പൊ തമിഴിലാണെങ്കിൽ നമ്മൾ അമ്മ പാസം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. ആക്ച്വലി ഏറ്റവും മനോഹരമായിട്ടുള്ള ഭൂമിയിലെ ബന്ധമാണത്. ആത്മാർത്ഥമായിട്ട് കാണിക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെയധികം ഇഷ്ടമാകും, ഫീൽ ചെയ്യും. അത് ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പെർഫോമൻസിൽ ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് അർജുൻ അശോകന്റേതാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കഥാപാത്രമാണ് ഇതിലെ ആനന്ദ് ശ്രീബാല. എന്റെയും അമ്മ 9 വർഷം മുമ്പ് മരിച്ചതാണ്, പക്ഷെ പലപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഫീല് അതുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം അതിന്റെ വേറൊരു വേർഷൻ, അല്ലെങ്കിൽ അതിന്റെ കുറച്ച് എക്സ്ട്രീം ആയിട്ടുള്ള വേർഷനാണ് ഇതിലെ ആനന്ദ് ശ്രീബാല. ചില ഇഷ്യൂസ് ഒക്കെ ആ ക്യാരക്ടറുണ്ട്, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അത് ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് അർജുന് അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ല കൈയടക്കമുള്ള പ്രകടനമായിരുന്നു. ശ്രീബാലയായിട്ട് നമ്മുടെ പഴയ സംഗീതയാണ് വന്നിട്ടുള്ളത്. സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും കഥയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രാധാന്യമുള്ള ഒരു റോളാണ്. കൃത്യം മീറ്ററിൽ മനോഹരമായിട്ടാണ് ആ ക്യാരക്ടർ സംഗീത ക്യാരി ചെയ്തിരിക്കുന്നത്. വിമ്മി മറിയമാണ് ഡബ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ചിലയിടങ്ങളിൽ ഡബിങ് ഒരല്പം മുഴച്ചു നിൽക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. സ്റ്റിൽ ഓക്കെ ആയിരുന്നു, നൈസ് ആയിരുന്നു. വളരെ മെച്യൂർഡ് ആയിട്ടുള്ള മികച്ച പെർഫോമൻസ് ആയിരുന്നു സംഗീതയുടേത്. മാളവിക, മനോജ്, അപർണ ദാസ് എന്നിവരും തങ്ങൾക്ക് കിട്ടിയ റോള് മികച്ചതാക്കിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു പ്രകടനം സൈജു കുറുപ്പിന്റേതാണ്. ഒരു 2 വശം കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിന്റെ ആ ഒരു ക്യാരക്ടർ ആർക്കൊക്കെ സൈജു കുറുപ്പ് വളരെ നൈസായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ റോണി എന്ന ക്യാരക്ടറായിട്ട്, അങ്ങനെയാണ് പേരെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, ആ ക്യാരക്ടറായിട്ട് വന്ന ഡോക്ടർ ബാഷിദ് ബഷീറും വളരെ നൈസായിട്ട് അത് ചെയ്തിട്ടുണ്ട്. രസകരമായിട്ടുള്ള 2 പോലീസ് വേഷങ്ങളിൽ സിദ്ദിഖും അജു വർഗീസും നന്നായിട്ടുണ്ടായിരുന്നു. ചെറുതാണെങ്കിലും നന്ദു, മനോജ് KU, അസീസ് നെടുമങ്ങാട്, ഇന്ദ്രൻസ് എന്നിവർക്കും നല്ല പ്രകടനത്തിലുള്ള സ്കോപ്പുള്ള പടമായിരുന്നു. ധ്യാൻ ശ്രീനിവാസൻ, ശിവദ തുടങ്ങിയവർ ക്യാമിയോ റോളുകളിലുണ്ട്. അതുപോലെ വിനീത് തട്ടിൽ, കോട്ടയം നസീർ, തുഷാര പിള്ള, സരിത കുക്കു തുടങ്ങിയവരും പടത്തിലുണ്ട്. വിഷ്ണു നാരായണന്റെ ക്യാമറ, കിരൺ ദാസിന്റെ എഡിറ്റിംഗ് എന്നിവ കൊള്ളാം. ഇമോഷണൽ ഭാഗങ്ങളിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പ്രത്യേകിച്ച് എൻഡ് ക്രെഡിറ്റ്സിൽ വരുന്ന സമയത്തുള്ള ആ ഒരു അമ്മ മകൻ ബോണ്ട് ഒക്കെ കാണിക്കുന്ന ഒരു ബീജിയം നല്ല ഫീൽ ആയിരുന്നു. ത്രില്ലിംഗ് ഭാഗങ്ങളിലെ ബീജിയം കുറച്ച് ലോ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. രഞ്ജിൻ രാജാണ് പടത്തിന്റെ സംഗീതം നിർവഹിച്ചിട്ടുള്ളത്. അഭിലാഷ് പിള്ളയാണ് പടത്തിന്റെ സ്ക്രിപ്റ്റ്. ഒരു ഇമോഷണൽ ഡ്രാമ എന്ന നിലയിൽ പ്രേക്ഷകനെ പിടിച്ചിരുത്താനായിട്ട് സ്ക്രിപ്റ്റിന് സാധിച്ചിട്ടുണ്ട്. പ്രശസ്ത സംവിധായകൻ വിനയന്റെ മകനാണ് ഈ പടത്തിന്റെ സംവിധായകൻ വിഷ്ണു വിനയ്. ഒരു പുതുമുഖ ഡയറക്ടർ ആണെന്നുള്ള ഒരു പതർച്ചയൊന്നും ഇല്ലാതെയാണ് പടം എടുത്തു വെച്ചിരിക്കുന്നത്. സിനിമയുടെ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ചിലയിടങ്ങളിൽ മേക്കിംഗ് കുറച്ചൊന്ന് ഓൾഡ് സ്റ്റൈൽ ആയതുപോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ചിലയിടങ്ങളിലെ ഡയലോഗ് കുറച്ച് ക്രിഞ്ചിന്റെ അറ്റം വരെ എത്തിയതുപോലെ തോന്നിയിരുന്നു. അതുപോലെ ചില ഭാഗങ്ങളൊക്കെ ഭയങ്കര ക്ലീഷേ സ്റ്റൈലിൽ ഇത് ഇപ്പോൾ എത്തുമെന്നൊരു ഫീൽ കൊണ്ടുവന്നു. എന്നാൽ അത്ര ഓവർ ആകുന്നതിന് തൊട്ട് മുമ്പ് ജസ്റ്റ് എസ്കേപ്പ് ആയി എന്നും പറയാം. പിന്നെ ഒരു പാട്ട് ഒക്കെ വേണമെങ്കിൽ പടത്തിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു തോന്നി. അങ്ങനെ കുറച്ചുകൂടി ക്രിസ്പ് ആൻഡ് ഫാസ്റ്റ് ആക്കി പോകാമായിരുന്നു എന്ന് തോന്നി. പക്ഷെ ഇതൊന്നും പടത്തിന്റെ ആസ്വാദനത്തെ വലിയ രീതിയിലൊന്നും ബാധിക്കുന്നില്ല കേട്ടോ. പണ്ട് സുരേഷ് ഗോപിയുടെ പോലീസ് സിനിമകളിൽ തന്തയ്ക്ക് പിറന്നവൻ എന്ന അഭിമാനത്തോടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് അമ്മയ്ക്ക് പിറന്നവർ എന്തോ കുറവുള്ളവർ, അല്ലെങ്കിൽ അവരെല്ലാം മോശക്കാരെന്നൊരു മറുവശം, അങ്ങനെ ഒരു ഫീല്, അല്ലെങ്കിൽ ഒരു കപട സദാചാരം അതിലുള്ളതായിട്ട് ഒരു ഫീൽ അല്ല, അതിലുണ്ട്, ആ ഡയലോഗിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം അതിനൊരു അപവാദമായിട്ട് അമ്മയ്ക്ക് പിറന്നവൻ അയാൾ ഒട്ടും മോശമല്ല, അല്ലെങ്കിൽ പോലീസിന്റെ കുപ്പായം ഇല്ലെങ്കിൽ പോലും മികച്ച അന്വേഷണത്തുരയുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റിങ്സ് ഉള്ള ഒരാള് ഒരു യഥാർത്ഥ ഡിറ്റക്റ്റീവ് ആണെന്ന് തെളിയിക്കുന്ന ഒരു സിനിമ, അതാണ് ആനന്ദ് ശ്രീബാല. സോ ആകമൊത്തം ടോട്ടലിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമായ സിനിമയാണ് ആനന്ദ് ശ്രീബാല. അതിഗംഭീരം എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ ഒരു എബോ ആവറേജ് ഡീസന്റ് ത്രില്ലർ ആണിത്. പടം എത്ര കണ്ട് വിജയിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ കോട്ടയത്ത് മിനി തിയേറ്റർ ആയിട്ടുള്ള ആശയിലായിരുന്നു പടം ഓടുന്നത്. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ കങ്കുവ പോലെയുള്ള ഒരു വലിയ സിനിമകൾ റിലീസ് ആയതുകൊണ്ടാവാം വലിയ തിയേറ്ററുകളിലൊക്കെ ആ പടമായിരിക്കും കൂടുതലും.
സോ ഇറങ്ങിയതിൽ ആക്ച്വലി നല്ല പടം ഇതാണ്. പക്ഷെ പ്രേക്ഷകർ കൂടുതലും വമ്പൻ സ്റ്റാർഡമുള്ള വലിയ ബജറ്റുള്ള പടങ്ങൾ ചൂസ് ചെയ്യും എന്നുള്ളത് കൊണ്ട് വലിയ തിയേറ്ററുകൾ ഇതിന് കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു നല്ല വിജയം അർഹിക്കുന്ന സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അല്ലാതെ ഇത് OTT ഇറങ്ങി കഴിയുമ്പോൾ ഇത് കൊള്ളാമായിരുന്നല്ലോ, അണ്ടർ റേറ്റഡ് ആയിരുന്നല്ലോ എന്ന് പറയുന്ന ഒരു ശാപം ഈ സിനിമയ്ക്ക് കിട്ടല്ലേ എന്ന് ഞാൻ കരുതുകയാണ്. കിട്ടരുത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുക. കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. അപ്പോൾ ഈ പടം നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി.